നമുക്ക് ദൈവസമുദ്ര വായിക്കാം. അവൻ സ്തോത്രം. എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. മതി. നിനക്ക് വന്ദനം എന്നോട് പോകും. അഭിഷേകമുണ്ട്, കൃപയുണ്ട്. കൃപ എന്താണ്, അഭിഷേകം എന്താണ് എന്ന് നമ്മളൊന്ന് ഇന്ന് പകലിൽ പഠിക്കാൻ പോവുകയാണ്. എന്താണ് അഭിഷേകം, എന്താണ് കൃപ? കൃപയാണ് അഭിഷേകം, അഭിഷേകമാണ് കൃപ. എന്താണ് അഭിഷേകമാണോ കൃപ? ആണോ? അഭിഷേകം, അഭിഷേകം എന്താ, കൃപ എന്താ? ആമേൻ. ഇവിടെ ആമേൻ ദൂതൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന പ്രധാനമായ ഒരു ദൂതൻ മറിയയുടെ അടുക്കൽ കടന്നു വരിക. ആമേൻ. അവൾ വരിക ആമേൻ. സ്വന്തം കൃപ എന്ന് പറയുന്ന കുഞ്ഞുമക്കളെ, നമ്മുടെ മാനുഷിക ബുദ്ധിക്കോ നമ്മുടേതായ പ്രവൃത്തികൾക്കോ കഴിയാത്ത ചില കാര്യാദികളെ നമ്മളെ കൊണ്ട് ചെയ്തെടുപ്പിക്കുക ദൈവം നമ്മളിൽ പകരുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ. അത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതോ വാങ്ങിക്കുന്നതോ ചോദിച്ച് പിടിച്ചു എടുക്കുന്നതോ ഒന്നുമല്ല, ദൈവം തരുന്നതാണ്. ദൈവത്തിന്റെ കൃപയും അവനെ സ്വന്തം പറയാറില്ലേ നിൽക്കുന്നത് കൃപയാണ്. അവൻ കൃപ എന്ന് പറയുന്നത് നിനക്ക് കഴിയാത്ത ഒരു വിഷയം നിന്നോട് ചെയ്തെടുപ്പിക്കുവാൻ വേണ്ടി ദൈവം നിന്റെ ജീവിതത്തിൽ പകുത്തു തരുന്ന ഒന്നാണ് കൃപ. നമുക്ക് കഴിയാത്തൊരു കാര്യം, അവൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയാത്ത അസാധ്യമായ ഒരു കാര്യം, അവൻ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ എത്താത്തൊരു വിഷയം നമ്മളെ കൊണ്ട് ദൈവത്തിന് ചെയ്തെടുപ്പിക്കുവാൻ ആഗ്രഹം തോന്നുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ. ഇന്ന് മറിയ ഒരു പ്രതിസന്ധിയിൽ പെടുകയാണ്. മറിയയുടെ ജീവിതത്തിൽ ഒരു വലിയ വിഷയം നേരിടുകയാണ്. ഒരിക്കലും ഒരു കന്യകയ്ക്ക് നേരിടാൻ പറ്റാത്ത നിലവാരത്തിൽ, ഒരിക്കലും സ്ത്രീ അനുഭവിക്കാൻ പറ്റാത്ത തലത്തിൽ ഒരു വിഷയം അവളുടെ ജീവിതത്തിൽ നേരിടുകയാണ്. പക്ഷേ ഈ ഒരു വിഷയം വരുന്നതിന് മുമ്പേ സർവശക്തനായ ദൈവം അവർക്ക് കൊടുത്ത ഒന്നാണ് ദൈവത്തിന്റെ കൃപ. ഈ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ പകരമാകുന്നില്ല. ആ വിഷയത്തെ ഇവർക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. സാധ്യമല്ല. കാരണം അതുപോലത്തെ ഒരു വിഷയമാണ് വരുന്നത്. അമ്മയെ ഫസ്റ്റ് കൊടുക്കുന്നത് കൃപയാണ്. കേട്ടോ മക്കളെ, ഒരു വിഷയം നിന്റെ മുമ്പിൽ വരുമ്പോൾ ആ വിഷയത്തിൽ നിനക്ക് ഫേസ് ചെയ്യുവാൻ തക്ക വിധം പരിശുദ്ധ ദൈവം ആദ്യം തരുന്ന കൃപയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഓരോ ദൈവമക്കളും നിലനിൽക്കുന്നത് തന്നെ നമുക്ക് ഉളവാകുന്ന വിഷയം. ലോക മനുഷ്യനാണെങ്കിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നീ നിലനിൽക്കുന്നതിന്റെ കാരണം അറിയാമോ? ആ വിഷയം കടന്നു സർവശക്തനായ ദൈവം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അതിനോട് തെളിയിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുക. ഇവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ എന്തെന്ന് സ്വതം നിങ്ങളൊന്ന് ശോധന ചെയ്യുക. സ്വതം ഈ ഒരു വിഷയം വരിക. ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇവിടെ കന്യകയ, മറ്റൊരാളായിട്ട് ബന്ധമില്ല, ഇവിടെ ദൂരം വിളിച്ചപ്പോൾ നീ ഗർഭിണിയാകാൻ പോവുകയാണ്. ഒന്നാമത് ചോദന സ്വതം പുരുഷനുമായിട്ട് ബന്ധമില്ല. സ്വതം ഇവർ കന്യകയായിട്ട് വളരെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാ. ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇവരുടെ വിശുദ്ധി കപടമെന്നോ ഇവരുടെ ഭക്തി കപടമെന്നോ തെളിയിക്കാം. ഇതിനേക്കാൾ അപ്പുറമായിട്ട് എന്ത് വേണം ലോകത്തിന്? ലോക മനുഷ്യൻ ലോകം വിളിച്ചു പറയും ഇവരുടെ വ്യാജമല്ലേ കത്തിച്ചത്, ഇവരുടെ ഇടയായി തീരത്തില്ല വലിയ മക്കളെ. വിമർശിക്കാൻ ഇടയായി തീരത്തില്ലേ? ഇവളെ കുറിച്ച് പറയുന്നത് ഇവള് ഭക്തിയോടെ ജീവിക്കുന്നവളാ. പക്ഷെ ഭക്തി തകരുന്ന ഒരു വിഷയമല്ലേ? സ്വന്തം 6 മാസം കഴിയുമ്പോ സ്വന്തം ഭക്തി തകരും. അവളെ നേരെ നോക്കിക്കഴിഞ്ഞാൽ പലരും വിളിച്ചു പറയും ഇതായിരുന്നോ നിന്റെ ഭക്തി, ഇതായിരുന്നോ ദൈവമായിട്ടുള്ള നിന്റെ ബന്ധം. കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതിനെ ഫേസ് ചെയ്യണമെങ്കിൽ, ഇതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം?
കൃപ വേണം കേട്ടോ പ്രിയ മക്കളെ. ആമേ കൃപ വേണം കേട്ടോ. അതിന്റെ പേരാണ് കൃപ. നമുക്ക് കഴിയാത്തതിനെ നമ്മളെ പ്രാർത്ഥിച്ചെടുക്കുക. കൃപയില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റത്തില്ല പ്രിയ മക്കളെ. ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ പെൺകുട്ടി സ്വന്തം ഫേസ് ചെയ്യുന്നത്. വലിയ വിഷയമാണ്. സ്വന്തം ആർക്ക് പറഞ്ഞ് മനസ്സിലാക്കും? ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും പ്രിയ മക്കളെ? ആർക്ക് മനസ്സിലാകും ഇത് ദൈവത്തിന്റെ ദൂതങ്ങളെന്ന് പറഞ്ഞതാ, ദൈവത്തിന്റെ ഹിതമാണെന്നൊക്കെ പറഞ്ഞു? അതൊക്കെ കയ്യിലിരിക്കട്ടെന്നോ? മറിയെ അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. കാരണം ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലേ? ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇവിടെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? അവളുടെ ഭർത്താവിനെ പരിശുദ്ധതയോടെ ഒരുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭർത്താവായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവനെ ദൈവം അവിടെ ഒരുക്കുന്നുണ്ട്. അതിൽ കവിഞ്ഞ് മറ്റൊരാളെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. താനായി തന്നെ ചുമന്നു പറഞ്ഞു. സ്വതം എടുത്ത ചുമടല്ലേ? സ്വതം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്വതം ലോകം നിനക്ക് അനുകൂലമല്ല. ചുമക്കുന്നത് വിശുദ്ധ പ്രാചീന. പെരുവഴി വിട്ട് കളയത്തില്ല. ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സ്വന്തം ദൈവികമായിട്ട് ബന്ധമില്ലാത്ത ഓരോരുത്തരും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നീ മനസ്സിലാക്കാൻ ഒത്തിരി പാടുപെടും. പക്ഷേ നിനക്ക് അതിശയിക്കാൻ ഞാൻ നിനക്ക് തരാം. എന്താ? കൃപ കൊണ്ട് നീ സ്വയം ആശ്വസിക്കും. നിന്റെ ഉറക്കം നഷ്ടപ്പെടത്തില്ല, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ. സ്വതം 1-ാമത്തെ മാസം മുതൽ 9-ാമത്തെ മാസം വരെ സ്വതം അറിയേ നിന്റെ ഉറക്കത്തിന് കുഴപ്പം വരത്തില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും വിളിച്ചവരെ വിശ്വസനം. ഇതിന്റെ പേരാണ് കൃപ. നമുക്ക് കഴിയാത്ത ഒരു വിഷയത്തെ നമ്മളിലൂടെ ചെയ്തെടുത്ത സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് പദ്ധതി ഇടുമ്പോ നമുക്ക് ആദ്യം തരുന്നത് കൃപയാണ് കേട്ടോ. ഇത് തന്നിട്ടാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെപ്പിക്കുന്നത്. ഇത് തന്നിട്ട് ആ വിഷയത്തിന്റെ മധ്യത്തെ സ്റ്റെപ്പ് വെപ്പിക്കുന്നത്. ഇത് ഇവിടെ നിൽക്കണം. ഇവിടെയൊക്കെ താഴേക്ക് നമുക്ക് വരണം. നിങ്ങൾക്ക് അതിന്റെ കാഠിന്യതയെ മനസ്സിലാകും. നിങ്ങൾക്ക് അതിന്റെ ഗൗരവത്തെ മനസ്സിലാകും. ഇവിടെ എന്ത് ചെയ്യാൻ പോവുക? ഗർഭിണിയാകാൻ പോവുക. ശ്രദ്ധിച്ചോ, മറച്ചു വെക്കാൻ പറ്റാത്ത ഒരു വിഷയം അവളുടെ ജീവിതത്തിൽ പൊങ്ങി വരാൻ പോവുകയാണ്. ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും പ്രതി മക്കൾ? ഇവിടെ ആര് സപ്പോർട്ട് ചെയ്യും? ഇല്ലേ? പലരെയൊക്കെ വിശ്വാസത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചു കഴിയുമ്പോൾ ഇതാണ് സത്യം എന്ന് പറയുന്നത് ഞങ്ങള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കൂട്ടം ആളുകൾ കൂടിയിട്ട് നിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോ ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഇതാണ് സത്യം. നിന്റെ ജീവിതത്തിൽ മേൽക്കുമേൽ ദിവസങ്ങൾ പോകുന്നതനുസരിച്ചിട്ട് വളർന്നുകൊണ്ടിരിക്കും. ആര്? യേശു കുഞ്ഞൻ. അത് വളർന്നുകൊണ്ടേയിരിക്കും. വിശ്വസിപ്പിക്കാൻ പലപ്പോഴും നിങ്ങൾ പാടുപെടും. പക്ഷേ നിനക്കൊരു കാര്യം ഉറപ്പുണ്ട്. ആരും വിശ്വസിച്ചില്ലെങ്കിൽ കൃപ. സ്തോത്രം. നമ്മള് സ്തോത്രം അപ്പോസ്തല പ്രവർത്തനം 2 കൊരിന്ത്യർ ലേഖനം സ്തോത്രം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ സ്തോത്രം 14 ലേഖനങ്ങൾ സഭയ്ക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം പറയുന്നുണ്ട്. സ്തോത്രം താൻ തന്നെ എഴുതിയിരിക്കുകയാണ്, തന്നെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം അവിടെ പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ
എനിക്ക് ജഡത്തിൽ ഞാൻ മികച്ചു പോകാതിരിക്കുന്നതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ഊരിലെത്തുന്നത്. അതെ, ഇത് കൊടുക്കുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് താങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിന് വഹിക്കാൻ പറ്റത്തില്ല. പൗലോസേ, അവൻ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയോടൊപ്പം ചെയ്യുക. ഒന്ന് ഞാൻ നിനക്ക് തന്നിട്ടാണ് ഇതിനെ ഞാൻ നിന്റെ മേൽ അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അമ്മേ സ്വന്തം. അപ്പോ ഇത് തന്നെ വിട്ടു മാറേണ്ടതിനായി താൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എത്ര വട്ടം? 3 വട്ടം പ്രാർത്ഥിച്ചു ദൈവത്തോട്. അമ്മേ സ്വന്തം. ആമേ. അടുത്ത വാക്യം, 8-ാം വാക്യം. അപ്പൊ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? സ്തോത്രം. കേട്ടോ മക്കളെ, നിനക്ക് സഹിക്കാൻ അപ്പൊ അതിനെ അതിജീവിക്കാനുള്ള കൃപയും തന്നിട്ടുണ്ട്. ആമേ സ്വതം. ആമേ ദുഃഖമാ ഭാഷേ. എടാ, അതിനെ ഓവർകം ചെയ്യാനുള്ള കൃപ തന്നിട്ടുണ്ട്. അത് ശാരീരിക അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നിലനിൽക്കുന്നത്. നമ്മളെ നിലനിൽക്കുന്നത് എന്തിൽ നിന്നാ? കൃപയില. കേട്ടോ മക്കളെ, നമ്മുടെ നിലനിൽപ്പ് കൃപയില. ആമേശ്വര കൃപയില്ലെങ്കിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. കൃപയില്ലെങ്കിൽ നീ വീണ് പോകും. അവൻ പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ ശക്തി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ധനം, നമ്മുടേതായ പ്രാഗൽഭ്യം, വിദ്യാഭ്യാസം, ശ്രേഷ്ഠത ഒന്നുമേ നിലനിൽക്കുന്നത് കൃപ. പറയുന്നത് വെളിപ്പാടുകൾ ആദിക്യ നിമിത്തം ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാൽ ദൈവം എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ നൽകിയിരിക്കുക. ഇത് എന്നെ വിഷമാകേണ്ടത് ഞാൻ 3 വട്ടം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസേ, ആമേശ്വരൻ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇത് കൊടുത്തല്ല എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കൊടുത്തല്ല അവൻ ശൂലം കൊടുത്തിരിക്കണം. കേട്ടോ, അതിൽ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. മക്കളെ, കൃപ കേട്ടോ, നമ്മള് പാടാറുണ്ട്. ആമേൻ. അതിനെ തിരിച്ചറിയുക. കാരണം പൗലോസിനെ കൊണ്ട് ദൈവത്തിന് പകർന്നുണ്ട്. ഇവന്റെ ആത്മാവിനെ ദൈവത്തിന് അവിടെ കൈക്കൊള്ളണം, നന്നായിട്ട് കൈക്കൊള്ളണം. ഒരു പ്രശംസ കിരീടം ഇവന് കൊടുക്കണം. പക്ഷെ ഇവനെ ആവശ്യമാണ്. ഇവൻ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് കൊടുത്തുകൊണ്ടാ അടുത്തത് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, പലരും പറയാറുണ്ട്, എന്റെ ജീവിതത്തിലുള്ളത് പോലെ പ്രശ്നം വേറെ ആർക്കില്ല. അതൊക്കെ തോന്നല. എടാ, നിനക്കതിനെ കവർ ചെയ്യാം. യോബ് ആമേശ്വരൻ അനുഭവിച്ച ദുഃഖവും കഷ്ടവും പ്രയാസവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആമേശ്വരൻ പക്ഷെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരെ? യോബിനെ. സാത്താൻ ആദ്യം വന്നിട്ട് പറയുന്നത്, നീ അവന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നതല്ലേ? നീ അവന് ചുറ്റും വേലി കെട്ടിട്ടല്ലേ അവൻ നിന്നെ സ്തുതിക്കുന്നത്, അവൻ നിന്നെ ആരാധിക്കുന്നത്? അവന്റെ ശരീരം നല്ലതുപോലെ ഇരിക്കുന്നത് കൊണ്ടല്ലേ അവൻ നിന്നെ മഹത്വപ്പെടുത്തുന്നത്? അവൻ അന്നത്തിനൊന്നും അവന് സ്വന്തം ഫലത്തിൽ ലഭിക്കുന്ന നല്ലതുകൊണ്ടല്ലേ അവൻ നിന്നെ മഹത്വപ്പെടുത്തുന്നത്? അവന്റെ ആരോഗ്യം അവൻ നല്ലതുപോലെ ഇരിക്കുന്നത് കൊണ്ടല്ലേ അവൻ നിന്നെ മഹത്വപ്പെടുത്തുന്നത്? അവന്റെ മക്കളും മരുമക്കളും അവന്റെ കൊച്ചുമക്കളും ഒക്കെ എല്ലാം ഉള്ളത് കൊണ്ടല്ലേ അവൻ നിന്നെ മഹത്വപ്പെടുത്തുന്നത്? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മീനരെ, പിശാചി നോട്ടം വെക്കുന്നത് ഇതിലേക്കാണ്. നീ ശ്രമിക്കാൻ ദൈവത്തിലേക്കാണ്. പിശാച് നിനക്കുള്ളതിനെ നോക്കുമ്പോൾ ദൈവം നിന്നെ നോക്കുകയാണ്. പിശാച് നിനക്കുള്ളതിനെ നോക്കുമ്പോൾ, നിനക്കുള്ളതിനെ തോന്നി കഴിഞ്ഞാൽ വേദനിക്കുമെന്ന പിശാച് പറയുന്നത്. ഇല്ലടാ പിശാച്,
അവൻ സ്വർഗം ഹല്ലേലൂയ നീ വിളിച്ചു പറയണം. അവൻ സ്വയം എനിക്ക് ഈ ജീവൻ തന്നവൻ സ്വർഗത്തിൽ അവൻ തന്നതാണ് എനിക്ക് കൊല്ലം അവൻ എന്നായിരിക്കണം പ്രിയ മക്കളെ, നമ്മൾ ഒരു തരത്തിലും പിശാച് എന്ത് ചെയ്ത ഒതുക്കി കളയുന്ന കൃപ ദൈവം തന്ന നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് അവൻ സ്വന്തം. ആകെയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ആമേൻ. നീ കൃപ കൊടുത്തു. അടുത്ത വാക്യം വായിച്ചേ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി കൃപ വരുമ്പോൾ ഇത് തന്നിട്ടാണ്. ഒരടി കൊള്ളുമ്പോ തിരിച്ചടിക്കാതിരിക്കുന്നത് കൃപയുള്ളത് കൊണ്ട്, തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് കൃപയുള്ളത് കൊണ്ട്. അവൻ സ്തോത്രം ഹല്ലേലൂയ. നിന്നെ കൊണ്ട് സകല തിന്മകൾ കളവായി പറയുമ്പോ അവൻ സ്വന്തം യേശുവിനെ നോക്കണം പ്രിയ മകളെ. അവൻ സ്വന്തം പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അവൻ സ്വന്തം പീലാത്തോസ് അതിശയിച്ചു പോകുകയാണ്. അതിശയിച്ചു പോകുകയാ. ഈ ചില മഹാപുരോഹിതന്മാർ നിന്നെ കുറിച്ച് കുറ്റം വിധിച്ചെടുക്കും. നീ എന്തുകൊണ്ട് വരുന്നില്ല? ദൈവകൃപ കേട്ടോ. ആമേ സ്വന്തം പൗലോസിന്റെ മേൽ കൃപ വന്നപ്പോ പൗലോസ് പറയുന്നത് ആമേ സ്വന്തം ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ കൃപയുള്ളവൻ എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. എന്തും സഹിക്കാൻ ഇഷ്ടപ്പെടും. പ്രവൃത്തിണ്ടാകത്തില്ല. അതുകൊണ്ട് ഞെരുക്കം എന്നിവ സഹിപ്പാൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടും. പൗലോസ് ഇഷ്ടപ്പെടുകയാണ്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ശക്തനാകുന്നു. എന്തുകൊണ്ടാ കേട്ടോ പ്രിയ മക്കൾ? ഞാൻ എങ്ങനെയാ കർത്താവേ, കഴിഞ്ഞ മാസങ്ങള് എന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളായി ചിലരൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എന്റെ ജീവിതം കൊണ്ട് വലിയ പ്രതിസന്ധികളായിരുന്നു. പക്ഷെ ആമേ സ്തോത്രം ഞാൻ എങ്ങനെ അതിജീവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ പേരാ കൃപ കേട്ടോ മക്കളെ. അതിന്റെ പേരാണ് കൃപ. ആമേ സ്തോത്രം. ആമേ ഓർക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് കൃപ വേണമെന്ന് പറഞ്ഞേ. സ്തോത്രം. ആമേ നമ്മള് ഒരു പാട്ട് പാടാറുണ്ട്. ഈ തൊട്ടത്തിൽ പരിശുദ്ധരുണ്ട്, നിശ്ചയമായും കാലൊച്ച താൻ കേൾക്കുന്നുണ്ട്, കാതുകളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. പ്രഭയുടെ ഈ മക്കൾക്ക് അമ്മേ സ്തോത്രം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ ഇത് ദിവസമല്ല അമ്മ, ഇത് നമുക്ക് തരികയാ. ദൈവത്തിന്റെ ദാനമെന്ന പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ആ വിഷയത്തെ നിനക്ക് ഓവർകം ചെയ്യാൻ ദൈവം ഇത് തന്നിട്ടാണ് നിന്നെ അതിലേക്ക് നടത്തുന്നത്. അമ്മേ സ്തോത്രം. ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരൊക്കെ അവർക്ക് ആമേ സ്തോത്രം സർക്കാർ കൊടുത്തിരിക്കുന്ന കുറെ സേഫ്റ്റി ആമേ സ്തോത്രം അനുഭവങ്ങളൊക്കെ ഉണ്ട്. അവരെ ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോ ഇതെല്ലാം കൊടുത്തിട്ടാണ് ആമേ ഒരു സ്ഥലത്ത് ഫയർ ഉണ്ടായാൽ, തീപിടുത്തം ഉണ്ടായാൽ അതിനെ കെടുത്തുവാനും അതിനെ കൈകാര്യം ചെയ്യുവാനും അവരുടെ വസ്ത്രം ആമേ സ്തോത്രം അവരുടെ വസ്ത്രത്തുമ്മേ തീ പിടിക്കത്തില്ല. അതുപോലത്തെ സ്റ്റഫാ, അതുപോലത്തെ തുണിയാ ആമേ സ്തോത്രം. അവരുടെ കാൽച്ചട്ട, അവരുടെ കയ്യുറ, അവരുടെ ഹെൽമറ്റ് ആമേ സ്തോത്രം ഇതൊക്കെയെല്ലാം ആമേ സ്വർഗത്തിലെ ആമേ സ്വതം സർക്കാർ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടാണ് അവരൊരു ജോലിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആമേ ലോകം അത്രത്തോളം സേഫ്റ്റി കൊടുക്കുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മഹിമകൾ പൗലോസ് പോലും ഭാരപ്പെട്ടു പോയി. പൗലോസ് പറയുന്നത് അത് മാറേണ്ടത് ഞാൻ 3 വട്ടം എന്ത് ചെയ്തു?
അവനോട് അപേക്ഷിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എന്റെ കുഞ്ഞ് സേഫ്റ്റി ഡ്രസ് അടക്കം നിനക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഇതെല്ലാം നിനക്ക് തന്നിരിക്കുക, നീ എന്തിനാ ഭാരപ്പെടുന്നത്? എന്റെ കൃപ മതി. അത് ബലഹീനതകൾ എന്ത് ചെയ്യും? തികഞ്ഞു വരും. അത് ബലഹീനത തികഞ്ഞു വരും. അവന് സ്വന്തം മക്കതോന്യ സഭ, അവന് സ്വന്തം അതിന് വലിയ പോവുകയാണ്. അവന് സ്വന്തം മക്കതോന്യ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ദൈവകൃപയുണ്ടായിരുന്നു. അവന് വലിയ ദൈവകൃപ മക്കതോന്യ സഭയ്ക്ക്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നത്, മക്കതോന്യ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ. എന്താ ഈ സംഭവം? അമേശ്വരം ഈ കൃപ എന്ന് പറയുമ്പോ, കൃപ ലഭിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ലോറി കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും, 2 നില 3 നില കെട്ടിടം കിട്ടും, ഇതൊക്കെ അല്ല. മക്കതോന്യ സഭക്കും കൃപ ലഭിച്ചു. ലോറിയും കാറും വീടും 10 ഏക്കർ സ്ഥലമൊന്നും ആയിരുന്നില്ല. വായിക്കാളേക്ക് കഷ്ടത എന്ന കാഠിന ശോധനയിലായിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും കൃപ ലഭിച്ചപ്പോ എന്താ കിട്ടിയത്? ഈ കഷ്ടതയിൽ സന്തോഷിക്കാൻ കൃപ. കേട്ടോ മകളെ, കൃപ ലഭിക്കുമ്പോ സംഭവിക്കുന്നത് കഷ്ടതയായിരിക്കാം. പക്ഷെ മുഖത്തോക്കി പറയത്തില്ല, നടപ്പേണ്ട പറയത്തില്ല. സ്തോത്രം. നടപ്പേണ്ട പറയത്തില്ല, മുഖത്ത് നോക്കിയ പറയത്തില്ല. ഒരു മനുഷ്യന്റെ മുമ്പിൽ വാടിത്തളർന്ന മുഖവുമായിട്ട് നിൽക്കുന്ന വ്യക്തിത്വമല്ല. ദൈവത്തെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളരത്തില്ല പ്രിയ മക്കള്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളരത്തില്ല. സ്തോത്രം. ഇന്ന് ഞങ്ങളൊക്കെ ആയിരിക്കും ദൈവത്തിന് കൃപയാല. പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. കനല് കത്തിക്കിടക്കുന്നത് പോലെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ തീ കത്തിക്കിടക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വചനം ആവേശം ഇന്നലെ രാത്രി എടുത്തതല്ല കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്തോ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതിന് മുമ്പേ ദൈവം നമുക്ക് തരുന്ന ഒന്നാണ് കൃപ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ സൺഡേ എടുക്കാൻ പോകുന്നത് കൃപയെ കുറിച്ചാണ്. ഹല്ലേലൂയ. കാരണം ഇത് വരുന്നതിന് മുമ്പേ ദൈവം നമുക്കൊന്ന് തന്നിട്ടുണ്ട്. ഒരു പ്രതിസന്ധി വരുന്നതിന് മുമ്പേ ഒരു കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ സർക്കാർ വിളംബരം ചെയ്യും. ഇന്ന ഭാഗത്ത് ഇത്ര സെന്റിമീറ്റർ മഴയും ഇത്ര കാറ്റും വീശാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീരദേശങ്ങൾ താമസിക്കുന്നവർ മാറി പാർക്കണം. ചുറ്റുപാടുകളിൽ മാറി താമസിക്കുന്നവർ മാറി പാർക്കണം. എല്ലാം സർക്കാരിന്റെ അത് തരുന്നത് കൊണ്ടാ പ്രിയമക്കളെ നിങ്ങളും ഞാനും നിലനിൽക്കുന്നതാണ് കേട്ടോ. നിങ്ങളും ഞാനും നിലനിൽക്കുന്നതിന്റെ കാരണം അത് വരുമ്പോൾ അതിനെ ആർജിച്ചിരിക്കാം, അതിനെ ഓവർകം ചെയ്യുക. 6 മാസം 7 മാസം കഴിയുന്ന മഴയുടെ വയറ് പുറത്തേക്ക് കൽപ്പൊന്തി വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുക. ആര് പറഞ്ഞ് വിശ്വസിച്ചില്ലെങ്കിലും നിനക്ക് സ്വയത്തിൽ ആശ്വസിപ്പാൻ സ്വർഗത്തിലെ ദൈവം തരുന്നത് കൃപ. മക്കതോന്യ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ എന്തായിരുന്നു? കൃപ. കഷ്ടത എന്ന കാഠിന ശോധനയും, സാധാരണ ശോധനയല്ല, കാഠിന ശോധനയും ആയിരുന്നിട്ടും അതിന്റെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം സൗന്ദര്യം കാണിപ്പാൻ കാരണമായിട്ടുണ്ട്. സ്തോത്രം. ഈ ഒരു ദൈവകൃപ കൊടുത്തിട്ടാണ് സഭയെ പരിശുദ്ധ ദൈവം നിലനിർത്തിയത്. അവർക്ക് ദുഃഖമില്ല. ഞായറാഴ്ച കൂടി വരുമ്പോ വീട്ടിൽ ചെന്ന് കഴിയുന്ന കഴിക്കാൻ ചിലപ്പോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ശക്തമേറിയ താറ്റുപൊളിപ്പൻ ആരാധനയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. വയറ് നിറച്ച്
പിന്നെ ശോധന സാധാരണ ശോധനയല്ല പ്രിയ മക്കളെ, കഠിന ശോധന. ആമേ മഹാദാരിദ്ര്യവും ആമേ ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായിട്ടുള്ളൂ. കേട്ടോ, ആമേ സ്വന്തം ദാരിദ്ര്യത്തിന്റെ മധ്യത്തില കടന്നു വരുന്ന വ്യക്തിത്വങ്ങൾ ചില്ലറ പൈസകൾ, ചില്ലറ തുട്ടുകള്, വെള്ളിത്തുട്ടുകള്, ആമേ സ്വന്തം എല്ലാം കൂട്ടിച്ചേർക്കും. എന്നിട്ട് പറയും നമ്മുടെ ഇടയിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ എന്തെങ്കിലും കൊടുക്കണം. അമ്മേ വീട്ടിൽ ചെന്ന വിളമ്പി കഴിക്കാനൊന്നുമില്ല. അമ്മേ സ്വന്തം വീട്ടിൽ ചെന്ന കാലിപാത്രങ്ങളാണ്. വാവുകളൊക്കെ തൊട്ടിക്കാലമെല്ലാം ശൂന്യമാണ്. എങ്കിലും ലഭിച്ചിരിക്കുന്ന ചെറുതല്ല പ്രിയ മക്കളെ. കേട്ടോ, അമ്മ ഇത് ലഭിച്ചെന്നാല് നമുക്ക് ഇങ്ങനെയൊക്കെ പോകാനും നടക്കാനും പ്രവർത്തിക്കാനും ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ആമേ അവരെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആമേ സ്വന്തം അവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നത്. നീ ആരെയും വിധിക്കണ്ട, നീ ആരെയും കുറ്റപ്പെടുത്തണ്ട, നീ ആരെയും വിമർശിക്കണ്ട. എടാ, നിന്റെ മേലെ അത്ര കിട്ടിയിട്ടുള്ളൂ, നിനക്ക് അത്രേ തന്നിട്ടുള്ളൂ. ആമേ സ്വന്തം നിനക്ക് അത്രേ തന്നിട്ടുള്ളൂ. നിനക്കതിനെ കവർ ചെയ്ത് പോകുവാൻ അത്രയോ കൃപ തന്നിട്ടുള്ളൂ. പക്ഷെ ഇവന് കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല, കൃപയ്ക്കനുസരിച്ചിട്ടാണ്. എടാ, സെക്കരിയാവ് ഭർത്താവായിരിക്കുന്ന എലിസബത്തിന്റെ ജീവിതത്തിൽ പ്രഗ്നന്റ് ആകുന്നത് സന്തോഷം. എടാ, ഒരു ഭർത്താവ് പോലും ഇല്ലാത്ത മറിയയുടെ ജീവിതത്തിൽ പ്രഗ്നന്റ് ആകുന്നത് ശ്രമകരമാണ്. അതെ കേട്ടോ മകളെ, കൈത്താങ്ങൽ ആരും ചിന്തിച്ചേക്കരുത്. എന്നോട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, കൈത്താങ്ങലിന് ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, ആരാധിക്കാൻ ആരുമില്ല, ഉപവസിക്കാൻ ഇടക്രോപ്പില്ല. ചിന്തിച്ചേ പ്രിയ മക്കളെ, അവരെ സ്വന്തം കൊലോനിയ സഭയെ അതിന്റെ ശോധനയിലൂടെ കടന്നു പോകുകയാണ്. അവരെ സ്വന്തം കഠിന ശോധനയിലൂടെ മഹാദാരിദ്ര്യം ഔദാര്യം കാണിപ്പാൻ അല്ലേ. അമ്മ സ്വന്തം ആലോചിച്ചൊക്കെ കഷ്ടത എന്ന കൃപ ലഭിച്ചപ്പോ എന്താ കിട്ടിയത്? ഇത് വേണോ, ഇത് വേണോ? ആ അമ്മ ഇത് ചോദിച്ചു മേടിക്കാൻ വളരെ കുറവാണ്. ആൾക്കാർ ചോദിക്കാൻ കൃപ വേണമപ്പ, കൃപ വേണമെന്നില്ല. അപ്പൊ കൃപ തരികയാ. എന്തിനു വേണ്ടിയാ? ആ ഇത് വരുമ്പോഴത്തൊന്നും ഏറ്റിട്ടില്ല. ആമേ സോദരം കൃപ. ആമേ ഇത് എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. കൃപ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് കൃപ ഇത് നിനക്ക് തന്നിട്ടുണ്ട്. ആമേ സോദരം കൃപ തന്നക്കാൻ നിലനിർത്തിയിരിക്കുന്നത് പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ, മുഖം പാടാതെ കടന്നു പോകാൻ, പുഞ്ചിരിക്കുന്ന മുഖവുമായി കടന്നു പോകുവാൻ. അമ്മ സ്വന്തം വസ്ത്രം ഒന്നേ ഉള്ളൂ, അന്ന് നല്ലതുപോലെ അലക്കി ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യൻ കാണുന്നത് എന്നും തേച്ചെടുത്ത വസ്ത്രങ്ങൾ ചിലപ്പോ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അമ്മ സ്വന്തം കൃപയാ. പുതുപുറുപ്പില്ലാതെ കടന്നു പോകാൻ കഴിയുന്നത് കൃപയാ. ഒരേ ആഹാരം തന്നെയായിരിക്കും എന്നും കഴിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രൈസലോ, കൃപയാ പ്രിയ മക്കളെ, ദൈവത്തിന്റെ കൃപയാണ്. അമ്മേ സ്വന്തം അതിനെ പുതുപുറുപ്പില്ലാതെ വേണം കർത്താവ് ഇതെങ്കിലും തന്നല്ലോ എന്ന് കരുതി മുന്നോട്ട് പോകുന്നത് കൃപയാണ്. ആമേ സോദരൻ ഹല്ലേലൂയ. ആമേ ഇവർക്ക് കൊടുത്തത് അവൻ കഷ്ടത എന്ന കഠിന നമ്മൾ സഹിച്ചു നിൽക്കോ? ആമേ മക്കതോനിയ സഭയിൽ ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? പറയും ആ ചർച്ചിൽ പോയിട്ട് എന്തൊരു ഭയങ്കര കുഴപ്പമുണ്ട് കേട്ടോ. മറ്റു ചർച്ചിൽ പോയി കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, മറ്റു സഭയിൽ പോയി കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാത്തിനും സമൃദ്ധിയാണ്. ഇവിടെ കൃപ കിട്ടി ഇവിടെ വന്നപ്പോ. അവിടെ കൃപയില്ല. 2 വെച്ച 4, 4 വെച്ച 8, 8 വെച്ച 16, 16 വെച്ച 32 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. സ്വത വിഷയങ്ങൾ വന്നാൽ നീ അവിടെ തട്ടി വീഴും. പക്ഷെ ഇവിടെ വിഷയങ്ങൾ വന്നാൽ സ്വതം നീ അതിനെ ഓവർകം ചെയ്യുക. ആ വിഷയത്തെ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴുള്ളതിനോ പരിപാലനം. കേട്ടോ കുഞ്ഞു മക്കളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തില് സ്വന്തം പിശാചിനെ എന്ന് യേശു ചങ്ങലകളാൽ ബന്ധിക്കുന്നവോ അന്ന് വരെ നിനക്ക് ദോഷമാണ്.
അതിനെ നീ മുൻകരുതിയിട്ടായിരിക്കണം മുമ്പിലേക്കുള്ള യാത്ര. പ്രശ്നമുണ്ടെന്ന് പ്രശ്നമില്ലാത്ത ക്രിസ്തീയ ജീവിതമില്ല. അവൻ സാത്താൻ എന്ന് ബന്ധിക്കപ്പെടുന്നുവോ അന്ന് വരെ നിനക്ക് പ്രശ്നമാണ്. എടാ, വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, അവൻ സ്തോത്രം, എന്റെ നിര്യാണ കാലം എടുത്തിരിക്കുന്നു, ഞാനോ ഇപ്പോഴോ ഭാര്യയെ യാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. ഏത് സമയം വരെയാ? വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവന്റെ മരണസമയം വരെ ആ മനുഷ്യൻ പറഞ്ഞ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയാ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപത്യങ്ങളോട്, ലോകങ്ങളിലെ കൃപ വേണം കേട്ടോ. അവൻ ഇവർക്ക് കൊടുത്ത കൃപ കഷ്ടതയെന്ന കഠിന ശോധനയാണ്. എത്ര ദൈവസഭ, എത്ര നല്ല ദൈവസഭ. പക്ഷെ ഇവര് പറയുന്നത്, ഇവരെ കുറിച്ച് പൗലോസ് പറയുന്നത്, അവരുടെ സന്തോഷ സമൃദ്ധി. അവർക്ക് സമൃദ്ധി ഉണ്ടായിരുന്നത് എന്തിലായിരുന്നു? സന്തോഷത്തിലായിരുന്നു. നമ്മ സമൃദ്ധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് ആമേശ്വരം 500-ന്റെ കെട്ട്, ആമേശ്വരം ബ്രേക്കിൽ നിന്ന് എടുക്കുന്നത്, പേഴ്സിൽ നിന്ന് എടുക്കുന്ന 500-ന്റെ കെട്ട്, ആമേ ബാങ്കിൽ നിന്ന് വലിക്കുന്നത് 500-ന്റെ കെട്ട്. ഇതൊക്കെയാ സമൃദ്ധി എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിലെ കഠിന ശോധന. സന്തോഷ സമൃദ്ധിക്ക് കുറവില്ലെന്നേ. എന്ത് ശോധനയില്ല? ആ കഷ്ടത എന്ന കഠിന ശോധനയിലും സന്തോഷത്തിന് സമൃദ്ധിയാണ്, കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വാ, പുതുതായിട്ട് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വാ കുഞ്ഞെ. ആമേശ്വരൻ ഇരുന്ന് നീ കണ്ടുമുട്ടിയിരിക്കുന്ന യേശു ആരാണെന്ന് നിനക്ക് അറിയും. ആമേശ്വരം കൊടുക്കുകയാണ്, ആമേശ്വരം ആവശ്യത്തിന് കൊടുക്കുകയാണ്. ഇവനെ നീ ആരാധിച്ചോ, നിത്യതയിൽ പോകണം. ഇവിടെ ഇത്തിരി ശോധനയുണ്ട്, കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോ കണ്ണുനീരില്ല, പറ്റിയിരുന്നു. ഇത് കൊടുക്കുകയാണ്, ജനത്തിന് ഇതെല്ലാം കൊടുക്കുകയാണ് കേട്ടോ. മക്കളെ, ആരെയും ദൈവസേനയിലേക്ക് അമ്മ വരുത്തുവാൻ വേണ്ടി നിനക്ക് ലോറി കിട്ടും, കാറ് കിട്ടും, BMW കിട്ടും എന്നൊന്നും പറഞ്ഞേക്കരുത്. ആവശ്യം നിനക്ക് നിത്യത കിട്ടും, നിനക്ക് സമാധാനം കിട്ടും. അത് പറഞ്ഞു അത് കിട്ടിയിരിക്കും കേട്ടോ. ഈ ലോകത്തിലുള്ളതൊന്നും സ്വർഗത്തിന് അലോടല്ല പ്രിയ മക്കളെ. ഇവിടെ നീ അവന്റെ മുമ്പിൽ കൊടുക്കുന്ന പ്രോത്സാഹന വാഗ്ദാനങ്ങളെല്ലാം ഇവിടെ പോകുന്നവരും മറിച്ച ഒരു നിത്യത കാണിച്ചു കൊടുക്കുക. ലാഭമായതൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു? കൃപ കിട്ടിയതുകൊണ്ട്. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, നീതിയെ സംബന്ധിച്ച് അനന്യൻ. അവൻ സ്വന്തം അവൻ തൊഴിൽ ക്വാളിറ്റികളുള്ള പൗലോസ് പറഞ്ഞ് ചപ്പെന്നും ചവറെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക? എണ്ണുകയാ. എനിക്ക് ലാഭമായതൊക്കെ ഞാൻ എന്ത് ചെയ്യുക? ക്ഷേരമെന്ന് എണ്ണുകയാ. കേട്ടോ മക്കളെ, ഇതൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നത് നല്ല മനസാക്ഷിയുള്ള, നല്ല ഹൃദയത്തിന്റെ ഉടമസ്ഥയിൽ നിൽക്കുന്ന നല്ലൊരു ആത്മാവിനെ അവിടെ നിനക്ക് എത്തിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരുക്കപ്പെടുക കേട്ടോ. കഠിന ശോധന വരുമ്പോൾ അവിടെ സന്തോഷിക്കുക. പ്രതിസന്ധി അതിജീവിക്കാൻ എന്ത് കിടക്കുന്നുണ്ട്? പരാതി പറയുന്ന മുമ്പിൽ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ ശോധന ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാത്ത നിലവാരത്തിലുള്ള ആഹാരം അന്നത്തെ കാലഘട്ടത്തിൽ ശോധന നമ്മൾ പലതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ? നമുക്ക് ഒരു മുളക്, എന്ത് മുളക്? ഒരു പച്ചമുളക്, ഒരു ഉള്ളി, ഉപ്പ് നീരോ ഉപ്പോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതായിരുന്നു നമ്മുടെ കറി. ചോറ് ശോധം ചോറായിട്ടോ കഞ്ഞിയായിട്ടായിരിക്കും മുമ്പിൽ ഇരിക്കുന്നത്. ധാന്യം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും കൂടാതെ ദൈവം നടത്തുകയാണ് ഇല്ലേ? ആവശ്യത്തിന് വേണ്ടതല്ല. ഈ ലോകം പുതിയ ഒരു ആഹാരം ഇറക്കിയിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാനുള്ള കപ്പാസിറ്റി കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കൾ പലതും കഴിച്ചാണ് വളർന്നത് അല്ലേ? ഒരു മുളകും അല്പം ഉപ്പും അതല്ല മുളക് പൊടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഉണക്കമുളക് ഇടിച്ചതാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് ഒരു ചമ്മന്തിയാക്കി ചിലപ്പോ കഴിച്ചെന്നിരിക്കാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ജീവിതം. സന്തോഷമായിരുന്നു ഇല്ലേ? കാരണം അത് കിട്ടാത്ത ആളുകള്
ആ കാലഘട്ടത്തിൽ ഉണ്ടല്ലേ. അവരെ വെച്ച് നോക്കുമ്പോ അത് സന്തോഷമായിരുന്നു. ദൈവത്തിന് എത്ര മഹത്വം കൊടുത്ത മതിയാ. ഇന്ന് പലതിലും സമൃദ്ധിയുണ്ട്, പക്ഷെ സന്തോഷമില്ല. കാരണം മറ്റുള്ളവന് ലഭിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കുന്നില്ലെന്ന് ഭാരത. ആമേൻ. അന്ന് സ്വതം ഈ മുളക് മുക്കി, ഉപ്പ് മുക്കി, മുളക് സ്വതം കഞ്ഞിയായി കുടിക്കുമ്പോൾ സന്തോഷമാ. ചിന്തിക്കുക, ദൈവമേ അവരുടെ ജീവിതത്തിൽ അത് കിട്ടിയിട്ടില്ല, എന്റെ ജീവിതത്തിൽ തന്ന ആഹാരത്തിനായി നന്ദി കർത്താവേ. അന്ന് വിശ്വാസിയായിരിക്കത്തില്ല, അന്ന് അവിശ്വാസിയായിരിക്കാം. സ്വതം നിനക്കറിയാവുന്ന തലത്തിൽ 100% ദൈവത്തോട് നിന്റെ ഹൃദയം പറ്റിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന് നിനക്ക് തിരിച്ചറിവുണ്ട്, വചനത്തിന്റെ ആധികാരികത നിനക്ക് മനസ്സിലാക്കാം. ഇന്ന് നീ തൃപ്തനാകുന്നു. തൃപ്തി വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കൃപ ലഭിച്ചിട്ടില്ല. തൃപ്തി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിനക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? കൃപ ലഭിച്ചിട്ടുണ്ട്. കൃപ ലഭിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിൽ പിറുപിറുപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ പ്രിയ മക്കളെ, ഒന്ന് കിട്ടിയിട്ടില്ല. എന്ത് കിട്ടിയിട്ടില്ല? കൃപ കിട്ടിയിട്ടില്ല. പിറുപിറുപ്പില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിനക്ക് ഒരു കാര്യം ലഭിച്ചിട്ടുണ്ട്. എന്ത്? ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപ അത് ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു? തികഞ്ഞു വരുന്നു. അത് ബലഹീനത തികഞ്ഞു വരുന്നു. സ്വന്തം ഈ മോശ ഒരിക്കല് എല്ലാം പകുതിയാണ് കേട്ടോ. മോശ ഒരിക്കല് ഇങ്ങനെ പറയുകയാണ്, സ്വന്തം എനിക്ക് ഈ ജനത്തെ ഒറ്റക്ക് വഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഈ ജനത്തെ ഒറ്റക്ക് വഹിക്കാൻ പറ്റത്തില്ല. സ്വന്തം അങ്ങനെ വഹിക്കാനായിട്ടാണ് നീ എന്നെ കൊണ്ടുപോകുന്നത്, ഞാൻ കൊന്നു കളഞ്ഞേക്കും എന്നൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഭയങ്കര സംഭവമാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം ഇവിടേക്ക് ഒന്ന് നമുക്ക് വരാം. അപ്പോ മോശ പറയുന്നത്, ഈ ജനത്തെ ഒറ്റക്ക് വഹിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഒറ്റക്കാണ് നീ വഹിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നതെങ്കിൽ സ്വന്തം എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് ദൈവമേ എന്ന് പറയുകയാണ്. കാരണം അവന് അത് ഭയങ്കര ഭാരമായി തോന്നുകയാണ്. മോശക്ക് ഭയങ്കര പ്രയാസമായി തോന്നുകയാണ്. സ്വന്തം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ ജനത്തെ കൊടുക്കാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു തരുന്നു. ഏകനായി സർവ്വജനത്തെ വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല. ഇദ്ദേഹം കരുതിയത് ഇദ്ദേഹമാണ് ഇതെല്ലാം വഹിക്കുന്നതെന്ന ഒന്നുമില്ല പ്രിയമക്കളെ. സ്വന്തം നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ ചിന്തകൾ ഇങ്ങനെ വരും, നമ്മളെ കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന്, നമ്മളാണ് ഇതെല്ലാം കവർ ചെയ്ത് പോകും. ഒരിക്കലുമില്ല. എടാ, നിന്നെ നിർത്തിയിരിക്കുക ദൈവം. വരുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ കൃപ കൂടി തന്നിട്ട് നിന്നെ നിർത്തിയിരിക്കുക. നിനക്ക് പറ്റത്തില്ല. മോശക്ക് ഇത് മനസ്സിലായില്ല. മോശ കരുതി മോശയാണ് ഇതെല്ലാം ചെയ്തിങ്ങനെ പോകുന്നതെന്ന് മോശ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിനക്കത് പറ്റുന്നില്ല, നിന്റെ മേൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന, നിന്റെ മേൽ ഞാൻ പകർന്നിരിക്കുന്ന ആത്മാവിൽ കുറഞ്ഞ ഇങ്ങനെ എടുക്കാൻ പോകും. അപ്പൊ എന്തോരം ഉണ്ടായെന്ന് നിങ്ങൾ ചിന്തിച്ചോളാം. എന്നിട്ട് അത് 70 പേരുടെ മേലിലേക്ക് എടുത്തൊന്ന് പകർത്തു കൊടുത്തു. അവര് ശക്തമായിട്ട് പ്രവചിക്കാൻ തുടങ്ങി, അവര് ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് മേൽ എന്തോരം ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചോളാം. ഇത് കൊടുത്തിട്ടാ നിർത്തിയത്. താൻ പറയുന്നത് ഏകനായിട്ട് ഈ ജനത്തെ നടത്താൻ എനിക്കെന്തില്ല. എടാ, നിന്റെ കഴിവല്ല മോശെ. അതൊന്ന് ബോധ്യപ്പെടുത്തേണ്ടത് പരിശുദ്ധ ദൈവം അവനെ പുറത്തു കൊണ്ടുവരിക. അവനൊന്ന് ബോധ്യപ്പെടണ്ടേ. ഇവന്റെ മേലുള്ള കുറെ എടുത്തിട്ട് 70 പേരുടെ മേലിലേക്ക് എന്ത് ചെയ്തു? ഇത്രയും തന്നിട്ടാ നിങ്ങൾ നിർത്തിയത് കേട്ടോ. ഈ കരയരുത്, ഈ ഭാരപ്പെടരുത്. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ കിടക്കുന്നുണ്ട്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ഭാരപ്പെട്ടു പോകരുത്. കൃപയുള്ളത് കൊണ്ട് മറ്റൊരാൾക്കും അനുഭവിക്കാൻ പറ്റാത്ത തലത്തിലുള്ള കഷ്ടത നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, മറ്റൊരാളും അനുഭവിക്കാത്ത പ്രശ്നം നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. കൃപ തന്നിട്ടാ ദൈവം നിർത്തിയിരിക്കുന്നുണ്ടോ? കൃപ തന്നിട്ടാ. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ കർത്താവ് ഇങ്ങനത്തെ വിഷയം? എന്നെ എന്തിനാ കർത്താവ് ഈ പ്രതിസന്ധിയിലാക്കുന്നത് എന്നൊക്കെയാ പലരുടെ ചോദ്യം. കൃപ തന്നിട്ടാ. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എല്ലാ സമയങ്ങളിലൊക്കെ രാത്രികാലങ്ങളിലൊക്കെ നെഞ്ചത്തെ അലച്ച് കിടന്ന് കരയുക. ദൈവമേ, രാവിലെ ഞാൻ എന്ത് ചെയ്യും? നാളെ ഞാൻ എന്ത് ചെയ്യും കർത്താവേ? പക്ഷെ ആ വിഷയത്തിന്റെ മധ്യത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഹൃദയത്തിന്റെ അകത്തളത്തിൽ ദൈവം തരും. ഈ കൃപയുടെ മഹത്വം അവിടെ വെളിപ്പെടുന്നത്. ആ വിഷയത്തെ കൃപ കൊണ്ടാണ് പൊതിയും. പിന്നെ കണ്ണുനീരില്ല, ഭാരമില്ല.
രാവിലെ ഫ്രഷായി എഴുന്നേക്ക്, ആ വിഷയം മാറിപ്പോയില്ല. ആ വിഷയം വരികയാ, പക്ഷെ ആ വിഷയത്തെ കവർ ചെയ്യാൻ കൃപ തട്ടി. ആ വിഷയം മാറിപ്പോയില്ലെന്നേ, പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കൃപ. അപ്പോ മോശ ഇവിടെ പറയുന്നത്, ഏകനായി ഈ സർവജനത്തെ വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ചാൽ എന്നെ കൊന്നു കളയണമേ. സ്വന്തം ഇദ്ദേഹം കരുതിയത് ഇദ്ദേഹമാണ് ഈ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, ഞാനാണ് എല്ലാ കാര്യം. മോശ നിന്റെ തോന്നലായിരുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ചെന്നെ ആരോടെ പറയുന്നത്? ചിലരൊക്കെ പറയാം, നിന്നെ എന്തിനാ കർത്താവ് ഇങ്ങനെ ഇട്ടേക്കണം, ഇതൊക്കെ കാണാൻ, ഇതൊക്കെ കേൾക്കാൻ, എന്നെ അങ്ങനെ എടുത്തൂടെ? അല്ലേ? ചിലരുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ, ദൈവമേ എന്നെ അങ്ങ്, ആ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടിരുന്നെങ്കിലോ ഇതിനകത്ത് എത്ര പേരുണ്ടാകുമെന്ന് ദൈവത്തിനറിയാം, അല്ലേ? സ്വന്തം അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടിരുന്നെങ്കിലോ എത്ര പേര് നിലനിൽക്കും? എന്നെ അങ്ങ് എടുത്തേക്കണം കർത്താവേ. അഭിഷേകത്തെ നിനക്ക് ജയിപ്പാൻ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി പറയോ? നിങ്ങളുടെ അറിവിലേക്ക് പരിശുദ്ധാത്മാവ് തരിക ഈ വിഷയത്തെ. സ്വന്തം മറിയയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം. സഹോദരിമാരെ, യൗവനക്കാരത്തികളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. അതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് നേരിട്ടാൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു വിഷയം, സ്വന്തം ബന്ധങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അവരുടെ പട്ടണക്കാർ നല്ല രീതിയിൽ മറിയോട് ഈ ദിവസങ്ങൾ സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല. ഇതെങ്ങനെ തെളിയിക്കും? ആര് വിശ്വസിക്കും? പക്ഷെ ആരും വിശ്വസിച്ചില്ലെങ്കിലും മറിയൊക്കെ സന്തോഷമാണ്. അതാ മക്കതോനിയ സഭ പറയുന്നത്, കഷ്ടത എന്ന കഠിന ശോധനയിലും സന്തോഷ സമൃദ്ധി. അവർക്ക് സന്തോഷമാണേ, ആരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. പഴയ കാലഘട്ടത്തിലേക്ക് പറയുന്നത് കഷ്ടണ്ടിക്കാരെന്നൊക്കെ പറയുന്നു. കട്ടണ്ടി വേദം എന്നാ പറയുന്നത്. കാരണം കുറച്ച് സ്ട്രോങ് ആണ്. വലിക്കരുത്, കുടിക്കരുത്, സിനിമ കാണരുത്, ഒട്ടച്ചൊല്ല്, കളിവാക്ക്, ദോഷമായിട്ടുള്ളത്, ഇതൊക്കെ കട്ട ഭയങ്കര സംഭവമാണ്. അവരുടെ കൂടെ കുടിക്കരുന്ന ഇന്ന് കുറെയൊക്കെ ലളിതമായിട്ടോ, ഇന്ന് കുറെ ലളിതമായി പോയി. ഇന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കൂടി ഒരു പരുവത്തിലാക്കി എടുക്കും. നമുക്ക് ഇത് മതി. ഒരിക്കല് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പരീക്ഷന്മാർ ചോദിക്കുന്നുണ്ട്, ഭാര്യയെ ഏത് കാരണം ചൊല്ലിയും ഉപേക്ഷിക്കാൻ സമ്മതമാണോ? യേശു പറഞ്ഞു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല. പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പൊ അവരുടെ ചോദ്യം, മോശ പറഞ്ഞല്ലോ ഉപേക്ഷണ പത്രം കൊടുത്ത ഭാര്യ എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാമെന്ന്. അപ്പൊ യേശു പറഞ്ഞ മറുപടി എന്താ? നിന്റെയൊക്കെ ഹൃദയകാഠിന്യം കൊണ്ട് ആ മനുഷ്യൻ സമ്മതിച്ചു പോയത്, അല്ലെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? സമ്മതിപ്പിച്ചു. ആദിയിൽ ഒരാദത്തിനെ സൃഷ്ടിച്ചിട്ട് 5 അവമാര് സൃഷ്ടിച്ചാണ് കൊടുത്തത് ദൈവം. ഏതൻ തോട്ടത്തിൽ വെച്ച് മൊഴി ചൊല്ലി, അല്ലെങ്കിൽ ഏതൻ തോട്ടത്തിൽ വെച്ച് ഹവയെ ഒഴിവാക്കി, വേറൊരു ഹവയെ വേണം. ദൈവം പറഞ്ഞു, എന്നാ പിടിച്ചോ, അടുത്തൊരു ഹവ. വേറൊരു ഹവയെ വേണം. അങ്ങനെയൊന്നും ദൈവം കൊടുത്തിരുന്നില്ല. ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ആദത്തിന് ഒരു ഹവ. ഒരാദത്തിന് ഈ സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് അവർക്ക് അത്ഭുതമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. ആദ്യം ചോദിക്കുന്നത്, നിനക്ക് എത്ര ഭാര്യയുണ്ട്? വിവാഹിതനാണോ? അതെ. എത്ര ഭാര്യയുണ്ട്? എത്രയെന്നാ ചോദിക്കുന്നത്? അപ്പൊ ഒന്നേ ഉള്ളെന്ന് പറയും, ഒരു ഭാര്യ. അവർക്ക് അത്ഭുതമാണ്. അവൻ നല്ലൊരു സംസ്കാരത്തിൽ ജനിച്ചതിനെ ഓർത്ത് ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും പ്രിയമക്കളെ. അത്യാവശ്യമുള്ളതിൽ വെച്ച് നല്ലൊരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. അതിനെ വളർത്തണം, ഉറപ്പിക്കണം. നമ്മുടെ മക്കളോടൊക്കെ അത് പറഞ്ഞു കൊടുത്ത് അവരെ അതിൻ്റെതായ വഴിയിലും വരുതിയിലും നടത്താൻ ആത്മാവിൽ ദൈവജനം ഒരുക്കപ്പെടണം കേട്ടോ. ആമേശ്വരം, അതാണ് ഏറ്റവും അനുഗ്രഹം. അപ്പോ ഇവിടെ മോശ കരുതി, ആമേശ്വരം മോശയുടെ
കഴിവ് കൊണ്ടാണ് ഈ ജനത്തെ എല്ലാം നടത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റത്തില്ല കർത്താവ്. പ്രശ്നം. ആമേൻ. എന്നെ അങ്ങനെ എന്ത് ചെയ്തേക്കും? കൊള്ളുന്നു. അടുത്ത വാക്യം 15. ആ ആ ജനത്തിന് പ്രമാണികളും വേൽവിചാരകന്മാരുമെന്ന് ആ നീ അറിയിച്ച 70 പുരുഷന്മാരും സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടി നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിന്റെ മുന്നിലൂടെ ആത്മാവ് കൂടിയെടുത്ത് മോശെ നിന്റെ മേൽ കിടക്കുന്ന ടൺകണക്കിന് സകല ജനത്തിന്റെ കൃപ നിന്റെ മേൽ കിടക്കുന്നുണ്ട്. ഇസ്രായേലിലെ 20 ലക്ഷത്തോളം വരുന്ന ആ ജനത്തിന്റെ കൃപ നിന്റെ മേൽ കിടക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലാകാനില്ല, ഇവരുടെ മുഴുവൻ വിഷയത്തെ അതിജീവിക്കാനുള്ള കൃപ നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. മക്കളെ, നമ്മളൊരു വിഷയത്തിൽ എത്രത്തോളം ആളുകളാണ് നിനക്കെതിരെ പ്രതികൂലമായി പ്രതിസന്ധികളായി വരുന്നുണ്ടോ, ആ വിഷയത്തെ അത്രത്തോളം വിഷയത്തെ ഓവർകം ചെയ്യാൻ കൃപ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളോട് പറ്റി നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബമായിരിക്കാം, കുടുംബത്തിലെ വ്യക്തിത്വങ്ങളായിരിക്കും, ചുറ്റുപാടുകളായിരിക്കാം, അയൽക്കാരായിരിക്കാം, ദേശമായിരിക്കാം, മുനിസിപ്പാലിറ്റി ആയിരിക്കാം, ഒരു വില്ലേജ് ആയിരിക്കാം. സ്തോത്രം. ഇതിനെ അതിജീവിക്കാൻ ഒരു കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കുക. ഇസ്രായേൽ എന്ന് പറയുന്ന മുഴുവൻ രാജ്യം അതിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ മോശെ നിനക്ക് കൃപ തന്നിട്ടുണ്ട്. നിനക്ക് കൃപ തന്നിട്ടുണ്ട്. അതിലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് ആരും ചെയ്യും, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും. നിങ്ങൾ ഇനി വഹിക്കണ്ട കേട്ടോ, നിങ്ങൾ ഇനി വഹിക്കണ്ട. കുറെ എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്. സ്വതം ഇവന് മനസ്സിലായില്ല. പിറുപിറുക്കാൻ തുടങ്ങുമ്പോൾ ദൈവം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും. പിറുപിറുത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനായി തലത്തിൽ നടത്തും. സ്വന്തം മോശക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു, മോശ ഭാരമാണെന്ന് പറഞ്ഞു. സ്വന്തം ഏകനായിട്ട് ഈ ജനത്തെ നടത്താൻ എനിക്ക് പറ്റത്തില്ല. മോശയോട് പറഞ്ഞു, നീ 70 പേരെ ചെയ്തോ തിരഞ്ഞെടുത്തു. സ്വതം അവരുടെ മേലിലേക്ക് ചെയ്യാൻ പോവുകയാണ്, പകുത്തു തരാൻ പോവുകയാണ്. സ്വതം. അങ്ങനെ 25-ാം വാക്യത്തിലേക്ക് വരും. പിന്നെ അങ്ങനെ ചെയ്തില്ല. പിന്നെ മോശക്ക് മനസ്സിലായി. പിന്നെ മോശ പിറുപിറുത്തില്ല. പിന്നെ മോശക്ക് മനസ്സിലായി, ഇത് സംഭവം ഞാൻ കരുതിയത് ഇതെന്റെ കഠിന പ്രയത്നം കൊണ്ട്, അധ്വാനം കൊണ്ട് ഇതൊക്കെ ആയിട്ടാ നടത്തുന്നു. പക്ഷെ ഇതിപ്പോ മനസ്സിലായി, എന്റെ മേൽ ഈ പറയപ്പെടുന്ന സകല വിഷയത്തെ അതിജീവിക്കാനുള്ള കൃപയുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പുതിയ നിയമ ദൈവസഭയിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. അന്നത്തെ പോലെ അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നില്ല. പഴയ കാലത്ത് ദൈവദാസന്മാരായിരുന്നു വെച്ചെങ്കിൽ എന്തു വീര്യപ്രവർത്തികളായി ഇന്ന് നടക്കത്തില്ല. കാരണം ഇത് ദൈവം പകർത്തു കൊടുക്കാൻ തുടങ്ങി. അറിയോ നിങ്ങൾക്ക്, അപ്പോസ്തല പ്രവർത്തനത്തിൽ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് സകല ജനത്തിന്റെ ഈ കൃപ അവരെ ഒരുമിച്ച് അനുഭവിച്ചെന്ന് പറയുന്നു. പക്ഷേ സ്വതം കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനെ പകർത്തു കൊടുക്കുകയാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരുത്തിന് പ്രവചനം, ഒരുത്തിന് വീര്യപ്രവർത്തികൾ, ഒരുത്തിന് ദാനം ചെയ്യാനുള്ള വരം, ഒരുത്തിന് ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, ഒരുത്തിന് വിവിധമായ ഭാഷകൾ, ഒരുത്തിന് ഭാഷയുടെ വ്യാഖ്യാനം, സ്വതം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പകർത്തു കൊടുക്കാൻ തുടങ്ങി. അപ്പോ അന്നത്തെ പോലെ ഒരുമിച്ച് ഇന്ന് പലരുടെയും ജീവിതത്തിൽ നടക്കുന്നില്ല. അങ്ങനെ തിരിച്ചറിയാത്ത പലരും ദൈവദാസന്മാരെ വിമർശിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ നടന്ന വീര്യപ്രവർത്തി നടക്കാത്തത് ആ ദൈവദാസന്റെ കുഴപ്പം കൊണ്ടാണ്. സ്വതം ആ ദൈവദാസന്റെ മേൽ വ്യാപരിക്കുന്ന കൃപ. അതെ, ദൈവദാസന്റെ കുഴപ്പമില്ല, കൊടുത്തിരിക്കുന്ന അത്രയേ ഉള്ളൂ. കൊടുത്തിരിക്കുന്ന ഒത്തവണ്ണം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വതം പഴയ കാലഘട്ടത്തിൽ അങ്ങനെയാണില്ല. മോശ ഒറ്റക്ക് ചെയ്തിരുന്നത് 71 പേരായിട്ട് ചെയ്യാൻ ദൈവം വീതിച്ചു കൊടുത്തു. സ്വതം അപ്പോസ്തലന്മാരും ഒരു കൂട്ടം
ചെയ്തുകൊണ്ടിരുന്നത് ഇത് ജനത്തിലേക്ക് പകർത്തു കൊടുക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം വ്യാപാരം ചെയ്യാൻ തുടങ്ങി. ആമേ സകല ജനത്തിന്റെ കൃപ അവർ ഒരുമിച്ച് അനുഭവിച്ചു. ആമേ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 46-47 വാക്യം വേഗത്തിലെടുത്തോ. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും സകല ജനത്തിന്റെയും കൃപ. അതിനർത്ഥം എന്താ? സകല ജനത്തിന്റെയും കൃപ അവർ അനുഭവിക്കുകയും ചെയ്തു. ഒരാളുടെ കൃപയാണോ ഇവര്? അതുകൊണ്ട് പത്രോസ് നടന്നു പോകുമ്പോ നേരിട്ടൊക്കെ എന്ത് ചെയ്യും? നുണന്നിനെ നോക്കി എഴുന്നേക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? ആമേശ്വരം ഒരു മരിച്ചവനോട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞ എഴുന്നേക്കും. സകല ജനത്തിന്റെയും കൃപ അവന്റെ മേൽ കിടക്കുന്നുണ്ട്. അമേശ്വത പക്ഷി പകർത്തു കൊടുത്തു. അമേശ്വതം ഏകനായിട്ട് ജനത്തെ നടത്തിക്കൊണ്ടുവന്നിരുന്ന മോശക്ക് കഴിയാത്തത് കാര്യമില്ല. കടലിന്റെ കൈ നീട്ടിക്കഴിഞ്ഞ വിഭാഗിക്കപ്പെടും. ആമേശ്വരം ആമേ ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ പേർ പിരികും. ആമേശ്വരം പിന്നത്തേതിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയല്ല. ആ സമയത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 70 പേരിലേക്ക് എന്ത് ചെയ്തു? അവരും ചെയ്യാൻ തുടങ്ങി. കേട്ടോ പ്രിയ മക്കളെ. അപ്പോ ദൈവദാസന്മാരെ ആരെയും ആമേശ്വരം അറിവില്ലാത്ത തലത്തിൽ വിമർശിച്ച് പറഞ്ഞേക്കരുത്. ആമേശ്വരം കാരണം കൊടുത്തതിനൊത്തവണ്ണമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രാപ്തിക്കൊത്തവണ്ണം. ഒരുത്തന് 30 ആയിരിക്കാം, ഒരുത്തന് 60 ആയിരിക്കാം, ഒരുത്തന് 100 ആയിരിക്കാം. കേട്ടോ ആമേശ്വരം തീരെ അങ്ങനത്തെ ആറടിച്ചിട്ട് അയ്യോ അദ്ദേഹത്തെ കൊണ്ടൊന്നും നടക്കുന്നില്ല, ആമേശ്വരം എന്തോ കുഴപ്പമൊക്കെ ഉണ്ട് എന്നൊന്നും ചിന്തിച്ചേക്കരുത്. ആമേ പുതിയ നിയമം ആമേശ്വരം ആമേ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവൊരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. ഒരുവൻ തന്നെ. പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാ ജ്ഞാനത്തില്. ചില ദൈവാസന്മാര് പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിടിവിടും. അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകള് ആമേശ്വരം ഈ ലോകത്തിൻ്റെതായ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെതായ ആമേശ്വരം വചനവും ചേർത്തുകൊണ്ട് പല ദൈവദാസന്മാരും പ്രസംഗിക്കും. അതുപോലെ വേറൊരു ദൈവദാസൻ നീ കാണരുത്. ആമേശ്വരം ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര സംഭവം, ആ പാസ്റ്റർ അല്ല. കാരണം കൊടുത്തിരിക്കുന്നതിന് വ്യത്യസ്തതകളുണ്ടെന്നേ. ഒരുത്തന് ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ആത്മാവ് ഒന്ന് തന്നെയാ. ആമേൻ. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. കേട്ടോ ചിലര് വേണമെങ്കിൽ വെള്ളത്തിന്റെ മീതെ നടന്നിരിക്കാം. ആമേശ്വരം ആ ദൈവാസം വെള്ളത്തിന്റെ മീതെ നടന്നു, ആ സഹോദരൻ വെള്ളത്തിന്റെ മീതെ നടന്നു, ആ സഹോദരി വെള്ളത്തിന്റെ മീതെ നടന്നു. നിനക്ക് അടക്കാൻ പാടി പറ്റത്തില്ല. ഒരുത്തന് വിശ്വാസം, അവന്റെ വിശ്വാസത്തെ ചിലപ്പോൾ നിനക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. നിനക്ക് ലഭിച്ചിരിക്കും 30, അവന് 100. വിശ്വാസത്തെ 100 കിട്ടിയിരിക്കുന്നത്. പൗലോസ് വിശ്വസിക്കുക, പൗലോസ് ഹർഷിക്കുകയാ. നിന്റെ വലിയമ്മ ലോവീസിനും നിന്റെ അമ്മ യൂദിക്കയിലും ഉണ്ടായ വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ അളവുകളുണ്ട്, വിശ്വാസത്തിന്റെ തലങ്ങളുണ്ട്. ഒരുത്തന് വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ. എല്ലാവരും കൈവച്ച രോഗം മാറത്തില്ല. കേട്ടോ പ്രാർത്ഥിക്കും, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ കൈവച്ച ചിലപ്പോൾ രോഗികൾ സൗഖ്യമാകണമെന്നില്ല എന്ന് കരുതിക്കൊണ്ട് വിമർശിച്ചേക്കരുത്. എന്നാൽ രോഗസൗഖ്യത്തിന് മരമുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, സൗഖ്യമാകും. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? മുമ്പ് മോശ ആരുടെ മേൽ കൈവച്ചെന്നാലും വിടുതല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ആരുടെ മേൽ കൈവച്ചെന്നാലും വിടുതല. ഇന്നതുപോലെയല്ല. സകല ജനത്തിലേക്കും ഇതെന്ത് ചെയ്തു? പകർത്തു കൊടുത്തു. കൃപ പകർത്തു കൊടുക്കാൻ തുടങ്ങി. ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകർത്തു കൊടുത്തു. സ്തോത്രം. ഇതുപോലെ സ്വർഗത്തിലെ ഒരുത്തന് വിശ്വാസം, മറ്റൊരുത്തിന് അതേ ആത്മാവിന ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തിന് അതേ ആത്മാവിന പരിജ്ഞാനത്തിന്റെ വചനം, വേറൊരുത്തിന് അതേ ആത്മാവിന വീര്യപ്രവർത്തികളുടെ വചനം.
മനസ്സിലോ കേട്ടോ? അവൻ അപ്പൊ വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. അടുത്തത് വേറൊരുത്തും വീര്യപ്രവർത്തികളാ. നമ്മൾ ചെയ്യാത്ത പ്രവർത്തികൾ അവൻ ചെയ്തെന്നിരിക്കാം. ചിലതിനെയൊക്കെ കൽപ്പിച്ച് അങ്ങനെ തന്നെ നിർത്തിയെന്നിരിക്കാം. ചിലതിനെ ശാസിച്ച സെക്കൻഡിൽ പുറത്താക്കിയെന്നിരിക്കാം. വിവിധമായ തലത്തിലുള്ള വീര്യപ്രവർത്തികൾ. അത് കണ്ടിട്ട് അമ്മസ്വതം നീ ഇത് ചെയ്യാതിരിക്കുന്നവരെ വിമർശിക്കരുത് കേട്ടോ. അമ്മസ്വതം ഇത് മനസ്സിലാക്കുക. ദൈവജനം ഇത് മനസ്സിലാക്കുക. എനിക്കറിയത്തില്ല ഈ വാക്യത്തിലേക്ക് കയറി പോകാൻ ആമേശ്വരം ഞാൻ ആഗ്രഹിച്ചതല്ല. നമ്മുടെ മുമ്പിൽ പകുതിയായി നിൽക്കുന്ന പലതും ഉണ്ട്. ആമേശ്വരം മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം ഉണ്ടോ? എല്ലാവരും പ്രവചിക്കണമെന്നില്ല. ചിലര് പ്രവചിക്കും, ചിലര് വീര്യപ്രവൃത്തികൾ ചെയ്യും, ചിലർ പുതുഭാഷകൾ സംസാരിക്കും. എല്ലാവരും ചെയ്യണമെന്ന് ശഠിക്കരുത്. എല്ലാവരും ചെയ്യാതിരിക്കുന്ന നിമിത്തം വിമർശിക്കുകയും ചെയ്യരുത്. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണ്. കൃപ കൊടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. അപ്പോ മറ്റൊരുവിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം. ചില ആളുകൾ പറയും, ആ വ്യക്തി ഒന്ന് സൂക്ഷിച്ചേക്കണം പാസ്റ്ററെ, ആൾ ഇത്രയും കറക്റ്റ് അല്ല പ്രവൃത്തിയും കാര്യങ്ങൾ. കാരണം അവന് വിവേചിക്കാൻ ഒരു കഴിവുണ്ട്. ഏകദേശം പറയുന്നത് കൃത്യമായിരിക്കും. അവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവിന് പലവിധമായ ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം. ആമേൻ. അടുത്തത് എങ്ങനെ കൊടുത്തിരിക്കുക? എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കുന്നതല്ല, അതതുപോലെ പകർത്തു കൊടുത്തിരിക്കുക. മുമ്പ് ഒരു 10-25 വർഷത്തിനൊക്കെ മുമ്പ്, അല്ലെങ്കിൽ 50 വർഷത്തിന് 25-30 വർഷത്തിന് മുമ്പ് സർജന്റെ അടുത്ത് എന്ന് ചെയ്യുന്ന ഒറ്റ പരിപാടികൾ അല്ലെ? ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒറ്റ സർജനെ കണ്ടാൽ മതി. ഇപ്പൊ ഇത്രയും സാധനത്തിന് എത്ര ആൾക്കാരുണ്ട്? കണ്ണിന് വേറെ, കാതിന് വേറെ, മൂക്കിന് വേറെ, പല്ലിന് വേറെ. സ്തോത്രം ഇല്ലേ? പണ്ടത്തെ കാലത്തോ ഒറ്റ ആള് എല്ലാം ചെയ്യും. നല്ലൊരു സർജന്റെ അടുത്ത് എന്ന് കിട്ടുന്നെങ്കില് കണ്ണും കാതും നാക്കും മൂക്കും തൊക്കും സ്വന്തം ഒരു വിഷയമല്ല. ഇപ്പൊ അങ്ങനെയല്ല. സ്വന്തം ഒരാൾ നോക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചെന്നോട്ടാ. അവിടെ ചെല്ലുമ്പോ ഇതിനാളുണ്ട്. ഒരു കൊച്ചു ജനിച്ചു കഴിയുന്ന വരും 5, 6, 7 ഡോക്ടേഴ്സാ വരുന്നത്. ഒരാൾ വന്നിട്ട് കൊച്ചിന്റെ കണ്ണു നോക്കും, വേറെ ആൾ വന്നിട്ട് കൊച്ചിന്റെ നാക്ക് നോക്കും, വേറെ ആൾ വന്നിട്ട് കൊച്ചിന്റെ വയറ് നോക്കും, ശരീരം നോക്കും. സ്വന്തം ഇതെല്ലാം 6, 7 ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് വരുന്നത്. പണ്ടത്തെ കാലത്ത് ആരുണ്ട്? മിഡ് വൈഫ്, വൈറ്റാട്ടി, ഒറ്റാള്. ആള് വന്ന് നോക്കും, അയാള് പറയുന്ന കാര്യം. സ്തോത്രം. ഒറ്റ ആളുകളില് വീട്ടിലാ പ്രസവം നടക്കുന്നത്. ഒറ്റ ആള് നോക്കിയിട്ട് കൊച്ചിനെ വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് പറയും, ഓക്കെ, ഇനി ഒരു കുഴപ്പമില്ല കേട്ടാ, റെഡി ആയിട്ടുണ്ട്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെ പറഞ്ഞാൽ നമ്മളെ സമ്മതിക്കോ? വിശ്വസിക്കോ? കാരണം ഇത് പകത്ത് കൊടുത്തിരിക്കുക. അന്നത്തെ പോലെ നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ പോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല. കാരണം ഇത് പകർത്തു. വചനം പറയുന്നത് ഇച്ഛിക്കും പോലെ അവനവന് അതതുപോലെ പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ചെയ്യാത്ത ദൈവാസന്മാരെ വിമർശിക്കോ? ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരുത്തം ചെയ്തെന്നിരിക്കാം. സ്തോത്രം. വേറൊരുത്തം ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കാം. രണ്ട് സൈഡിലും നീ ഇത് മനസ്സിലാക്കി പോണം. കൊടുത്തിരിക്കുന്നതിനൊത്തവണ്ണമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അങ്ങനെയാണ്. സ്തോത്രം. കണ്ണിന്റെ സ്തോത്രം ഡോക്ടർ പോയിട്ട് ഹാർട്ട് സർജറി ചെയ്തെന്ന ഉള്ള വിഷയം നിങ്ങൾക്കറിയോ? പ്രശ്നവും തനിക്ക് കണ്ണാ കൊടുത്തിരിക്കുന്നത്, ഹാർട്ടല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവനവന് അതത് വരം ദൈവ വചനം പറയുന്നു പകുത്തു കൊടുത്തിരിക്കുകയാണ്. അവൻ അതനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. മനസ്സിലാക്കുക. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് സ്വതം ഏത് വിഷയത്തെ മനസ്സിലാക്കുക. നിനക്ക് കഴിയാത്തത്, നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിനെ അതിജീവിക്കുവാൻ, ചെയ്തെടുപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ. 2 സ്ഥലത്തേക്ക് കൂടി വേഗത്തിൽ ഓടിപ്പോയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 8-ാം വാക്യം. പാപം പച്ചവെള്ളം പോലെ പാനം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ലോകം, മനുഷ്യൻ നിമിത്തം സ്വർഗത്തിലെ ദൈവം
അവൻ ഈ മനുഷ്യനെ ഉണ്ടാക്കിയ നിമിത്തം അനുഗമിച്ചൊരു കാലം പാപം പെരുകാൻ തുടങ്ങി. അതിനെ അതിജീവിക്കണം, അവർക്ക് രക്ഷ പ്രാപിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം നോഹയുടെ മേൽ ദൈവത്തിന്റെ കൃപ കൊടുത്തു. കൃപ വാങ്ങിച്ചെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ സ്ഥലത്തും പറയുന്നത് കൃപ ലഭിച്ചു, കൃപ കൊടുത്തു. ദൈവത്തിന്റെ ദാനമാ, ദൈവത്തിന്റെ ദാനമാ. അവൻ സ്വർഗത്തിലെ ദൈവം തരുന്നതാ. മോശെ ലോകത്തോടുകൂടെ ആ വെള്ളത്തിൽ നീ മുങ്ങി മരിച്ചു പോകാതിരിക്കേണ്ടതിനാ, നിന്റെ കുടുംബം നശിച്ചു പോകാതിരിക്കേണ്ടതിനാ ഒന്ന് അവന്റെ മേൽ കൊടുത്തിട്ടാണ് പരിശുദ്ധ ദൈവം അടുത്തൊരു പ്രവൃത്തിക്ക് വേണ്ടി നോഹയെ ഉപയോഗിക്കുന്നത്. അവൻ കൃപ കൊടുത്തിട്ടാ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറഞ്ഞൊരു പെട്ടകം നീ ഉണ്ടാക്കണം. കൃപ ലഭിക്കാതെയാണെങ്കിൽ നോഹ തളരും. നോഹയ്ക്ക് പണി കഴിപ്പിക്കാൻ പറ്റത്തില്ല, അവന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. എല്ലാ സ്ഥലത്തും താഴ്ചയും അവൻ തകർച്ചകളിലേക്ക് പോകും. അവൻ പക്ഷെ കൃപ കൊടുത്തപ്പോ എന്താ സംഭവിക്കുന്നത്? അമ്മ നോഹ അന്ന് രാവിലെ മുതൽ എഴുന്നേൽക്കുകയാ, പ്രവർത്തിക്കുകയാ. കേട്ടോ കുഞ്ഞുമക്കളെ, കൃപയുണ്ടെങ്കിൽ എടുക്കുന്ന തീരുമാനത്തെ നിവർത്തീകരിക്കാൻ പരിശുദ്ധ ദൈവം സഹായിക്കും. ആമേൻ. വെളുപ്പിന് 5 മണിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. ആമ ഒരു സമയം ആഗ്രഹിച്ചിരുന്ന പ്രാർത്ഥിക്കും. ആമ ഏത് സമയത്ത് ഇരിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും, ആരാധിക്കും, ഉപവസിക്കും, വചനം ധ്യാനിക്കും. കാരണം കൃപയാ, കൃപയാ. നിനക്ക് അതിനെ ഓവർകം ചെയ്യാൻ ദൈവം തന്നിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോ അമ്മ ആ കാലഘട്ടത്തിലെ കാര്യം അവിടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കാം. 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി. കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധപ്പതനമാണ് ഇവിടെ വായിച്ച ഈ വാക്യം. ബോധിച്ചവരെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ ബോധിച്ചവരെ തിരഞ്ഞെടുക്കാതെ വണ്ണം സത്യവചനത്തിൽ ചെവി കൊടുത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മേൽ കിടക്കുന്ന കൃപയ അതിനെ അതിജീവിക്കാതെ കൃപ ദൈവം നിങ്ങൾക്ക് തന്നിട്ടാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതിന് നിങ്ങളും പെട്ടുപോകും. കൃപയില്ലെങ്കിൽ പെട്ടുപോകും. ലോകത്തിന്റെ പല ഇമ്പങ്ങളിലും പെട്ടുപോകും. അവൻ തകർന്നു പോകും. ബോധിച്ചവരെ തിരഞ്ഞെടുക്കാനല്ല പരിശുദ്ധ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നവരെ, പൈസലോ ദൈവം ഇഷ്ടപ്പെടുന്നതിനെ, ദൈവം യോജിപ്പിക്കുന്നതിനെ ചേർത്ത് വെക്കാനാ. അവരുടെ കൃപ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പ്രിയമക്കളെ, കൃപയില്ലെങ്കിൽ പെട്ടുപോകും. അപ്പോ ഇങ്ങനത്തെ ഒരു കാലഘട്ടം, അന്നത്തെ കാലഘട്ടം തന്നെ ഇന്നും ഉള്ളത്. മനുഷ്യപുത്രന്റെ വരവ് എങ്ങനെയായിരിക്കും? നോഹയുടെ കാലം പോലെ തന്നെയായിരിക്കും. അവർ വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു, അവൻ തിന്നും കുടിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്നു. ആവേശമൊന്നും തീറ്റക്കും കുടിക്കും ഒരു കുറവുമില്ല. ഇല്ലേ? തിന്നാനും കുടിക്കാൻ ആവശ്യത്തിനുണ്ട്. നമ്മളൊക്കെ കലോറി നോക്കിയിട്ട് ഇപ്പൊ കഴിക്കുന്നത്. ഇത് കഴിക്കാൻ പറ്റും. ഇതിനകത്ത് പ്രോട്ടീൻ എന്തോരം ഉണ്ട്, ഇല്ലേ? ഇന്ന് തവിടുള്ള അരി അന്വേഷിച്ച് ഓടുകയാണ്. തവിടുള്ള അരി അന്വേഷിച്ച് ഓടുകയാണ്. ഫൈബർ വേണം. എന്ത് വേണം? ഒന്ന് പറഞ്ഞേ. ഇതിനകത്ത് ഫൈബർ ഉണ്ടോ? ആമേ. ഇതിനകത്ത് ഫൈബർ ഉണ്ടോ? ആമേ സ്വതം എന്നൊക്കെ ചോദിച്ചില്ല. പണ്ടത്തെ കാലത്ത് ഒരു ഫൈബറും നോക്കാറില്ല. ആമേ സ്വതം കിട്ടുന്നതെല്ലാം കഴിക്കും. കൂടുതലും ഈ രാവിലെ തന്നെ ആമേ സ്വതം പറമ്പിലും ആമേ സ്വതം വീടിന്റെ ഫ്രണ്ടിലേക്ക് വെക്കുന്ന പേരവരും കല്ലിത്തേങ്ങ ഇതൊക്കെ ആമേ ആരായിരിക്കും കഴിച്ചിട്ടിരിക്കുന്നത്? ഇന്നലെ വൈകിട്ട് നോക്കിയിട്ട് ഒറ്റെണ്ണം കണ്ടിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നതിനെ കണ്ടുപിടിക്കുന്ന രാത്രികാലങ്ങളിലെ ജീവികളുണ്ട്. ആമേശ്വത ഇവര് വന്നിട്ട് അവര് ഫുള്ള് തിന്നാനാ ശ്രമിക്കുന്നത്. പക്ഷെ ഞെട്ടച്ച് താഴെ വീഴും. ആമേശ്വതം അത് നമുക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാ. ആമേശ്വതം രാവിലെ തന്നെ ചെന്ന ഈ സംഭവം എടുത്ത് ആമേശ്വതം ഇത് കടിച്ച ഭാഗമാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? കടിച്ചു കളയും. ആമേശ്വതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ പിള്ളേരെ കൊണ്ട് തുണിക്കത്തില്ല, അല്ലേ? നിപ്പ വന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് തടുത്ത് കളയുമ്പോ സ്വതം അന്ന് ഈ ഭാഗമാണ് ആദ്യം അടിച്ചു കളയും. ഇത് പോയി കഴുകാനുള്ള സമയമൊന്നുമില്ല. എല്ലാത്തിനും ചേർന്നിട്ട് ഒരു വസ്ത്രം നമുക്ക് തന്നിട്ടുണ്ട്. സ്വതം ഇതേലങ്ങ് എന്ത് ചെയ്യും? അങ്ങനെ തുടക്കും. സ്വതം അതങ്ങ് കഴിക്കും. അടുത്ത സ്ഥലത്തേക്ക് പോകും. സ്വതം എന്താ കഴിക്കാത്തത്? അല്ലേ? വാളം പുളി. സ്വതം മരത്തിന്റെ മുകളിലിരുന്ന് പുളിമരത്തിന്റെ അന്ന് നമ്മുടെ ഒരു വിഷയമുള്ളത് ഫൈബർ ഉണ്ടോ? ഇതൊന്നും നോക്കിയിട്ടില്ല കഴിക്കുന്നത്. വയറെന്നറിയോ? ഇല്ലേ?
പ്രോട്ടീൻ ഉണ്ടോ? ഇതൊന്നും അല്ല നോക്കുന്നത്. എന്ത് ചെയ്താൽ മതി? വയറ് കഴിച്ച് കിട്ടുന്നതെല്ലാം കഴിക്കും. പിണ്ണാക്ക് ഇല്ലേ, കപ്പലക്കി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, തല്ലിത്തേങ്ങ ഇല്ലേ, തല്ലിത്തേങ്ങയൊക്കെ കടിച്ച് പാതി കിട്ടി അതിന്റെ ഉള്ളിലെ പരിപ്പ് വരെ എന്ത് ചെയ്യും? എടുത്ത് കഴിയും. വിശപ്പായിരുന്നു. ഇന്ന് നമുക്ക് സ്വന്തം സന്തോഷിപ്പാനുള്ള ഒരു വകയാണ് ഇതൊക്കെ കേൾക്കുമ്പോ. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഒരു മാതാപിതാക്കളും തടുക്കത്തില്ല, എന്തെങ്കിലും കഴിക്കും. സ്വന്തം ഈ ഇതുണ്ട്, കിഴങ്ങ് ഉണക്ക എന്നതാ ഇടിയലാണ്, ഇതൊക്കെ കാട്ടിച്ച് പൊട്ടിച്ച് രാത്രി ആയി കഴിയുമ്പോ ചെടിയുടെ വാക്സിൻ. അങ്ങനെ സംഭവിക്കുന്നത്. പിള്ളേര് രാത്രി കിടന്ന് കരയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിന്റെ അകത്ത് വാക്സിൻ ഇളകിപ്പോവും. പകലറിയത്തില്ല. ഇത് എന്ത് ചെയ്യും? ഇത്രയും വലിയ ഫീസല്ലേ വെച്ച് കാണിച്ച് ഇന്ന് കടിക്കുന്ന ഒരു സാധനമുണ്ട്. എന്ത് സാധനം? ഇങ്ങനെ വെച്ച് കളി വായ തുറയത്തില്ല ചിലതിനുകളൊക്കെ. അമിസ്വോത്രം. പക്ഷെ അത് സോഫ്റ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? വാക്സിൻ ഇളകി പോകുന്നില്ല. പക്ഷെ നമ്മ കഴിച്ച സാധനം ഹാർഡായിരുന്നു. അതുകൊണ്ട് അമിസ്വോത്രം ഇതിന്റെ അകത്തെ വാക്സിൻ ഇളകും. രാത്രി ആയി കഴിയുമ്പോ കൊച്ചു കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? അറിയാൻ തുടങ്ങും. എന്താ പ്രശ്നം? അന്നൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ പലരും ഡോക്ടർമാരാ. സോദരം കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരിക, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, തീയുടെ വിളക്ക് കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് ചൂടാക്കിയിട്ട് അവര് ഉറക്കിപ്പിച്ചായിരിക്കും. ഇതെന്ത് ചെയ്യും? ചെവിയിലേക്ക് ഒഴിച്ച് ആ ചൂട് കൊണ്ട് കൊച്ചവിടൊക്കെ ഒന്ന്, അത് മരുന്നൊന്നുമല്ല, റീസണമാണ്. അതിന്റെ ഈ വേദനയെ വെല്ലുന്ന ചൂടായിരിക്കും ഇതിന്റെ അകത്തേക്ക് ചെല്ലുന്നത്. ചെവി പൊട്ടിപ്പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ. അന്ന് ദൈവം നമ്മളെല്ലാം സൂക്ഷിച്ചു. ഇന്ന് നമ്മളെല്ലാം ഇതെല്ലാം നോക്കിയിട്ടാ കഴിക്കുന്നത്. എനിക്കിത് കഴിക്കാൻ പറ്റൂ? സ്വോത്രം. ഇന്ന് കഴിച്ച് മതിയ. രാത്രി കഴിക്കുമ്പോ ഒരു പരിതത്തിലാണ് അല്ലെ? പകല് മുതൽ കഴിച്ച് രാത്രി കഴിക്കുമ്പോ അമിത ആഹാരം നിത്യതയിലേക്ക് കൊണ്ടുപോകത്തില്ല. കഴിക്കുന്നതിനൊക്കെ ഒരു പരിധി വെച്ച് കഴിക്കുന്നത് നല്ലതാ. കിട്ടുന്നതെല്ലാം എന്ത് ചെയ്യും? എല്ലാം കഴിക്കും. അങ്ങനെ കഴിക്കരുത്. രാത്രിക്ക് എല്ലാത്തിനും ഒരു അളവ് വെച്ചേക്കണം. അവൻ കോഴി കൂവുന്ന സമയത്തോ പാതിരാത്രിയിലോ ഉച്ചക്കോ വെളുപ്പിനോ ഏതു സമയത്തും വരാം. ആര്? കർത്താവായ യേശു. ആമേൻ. അപ്പോ നിങ്ങളുടെ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ആ ദിവസം ഭാരപ്പെട്ടിട്ട് കെണി പോലെ വരാതിരിപ്പാൻ. അപ്പൊ രാത്രിക്ക് ഒരു അല്പം കുറച്ച് കഴിക്കുന്നത് നല്ലതാ. ചില ആളുകളൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇന്നലെ എന്ത് ഇടിവെട്ടും മഴയായിരുന്നില്ലേ? അതെ, ഇടിവെട്ടൊന്നും കേട്ടിട്ടില്ല, ഇടിമിന്നലൊന്നും അറിഞ്ഞിട്ടില്ല. ചില വീടുകളിലൊക്കെ ജനലുകളൊക്കെ ബ്രേക്ക് ഷെയ്ക്കായിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അകത്ത് കിടക്കുന്ന ആളെന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കാരണം ഇതിന്റെ ഈ ആമാശയത്തിൽ ഈ വൻകടലിന്റെ ചെറുകുടലിന്റെ അകത്ത് കൂടി കിടക്കുന്ന സാധനം ദഹിച്ച് തീരുമ്പോ ഏകദേശം ഒരു രാവിലെ 6 മണി 7 മണിയാവും. അപ്പോഴാണ് ഈ ദേഹത്തിന് അല്പമായിട്ടൊന്ന് സ്വന്തം ബോധവും ഓർമ്മയൊക്കെ വരുന്നത്. ഇതുവരെയും ഇതിങ്ങനെ കിടക്കുകയാ, ഏരം വിഴുങ്ങി കിടക്കുന്ന പോലെ. കാരണം ഇവിടം വരെ തിന്നിരിക്കുന്നു, കഴിച്ചിരിക്കുന്നത് പറയേണ്ട വശം ഇഷ്ടമുള്ള ആഹാരം എഴുതും. അത് ഉപവാസത്തിലാണെങ്കിൽ പോലും ചിലരുടെയൊക്കെ എന്ത് ചെയ്യും? കൺട്രോള് പോകും. അങ്ങനെയുള്ള ആഹാരത്തിന്റെ കാര്യങ്ങളാണ്. അത് ഞാൻ വിടുകയാണ്. അപ്പോ തങ്ങൾക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്ത ഒരു കാലം. താഴെ വായിച്ചു. ഇരിക്കയില്ല, തന്നെയല്ലോ. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ആമേൻ. അടുത്തത്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ ഞാൻ സൃഷ്ടിച്ച
മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഈ വിഷയത്തെല്ലാം അതിജീവിക്കാൻ പ്രശ്ന സങ്കീർണമായ ഒരു പ്രതിസന്ധിയാണ്. ലോകത്തിൽ ഒരു സ്ഥലത്ത് കാല് കുത്താൻ പറ്റാത്ത നിലവാരത്തിൽ പാപം പെരുകി കിടക്കുകയാണ്. അമസ്വത്തേക്ക് എന്റെ മക്കൾക്ക് രക്ഷപ്പെടണം. അതിന് സ്വർഗം കൊടുത്ത കവചമാണ് ദൈവത്തിന്റെ കൃപ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അവനത് കൊടുത്തു. കാരണം സാഹചര്യങ്ങളെല്ലാം വലിയ പ്രശ്നമാണ്. അമസ്വതം എനിക്കിതിനെ ഓവർകം അതിജീവിക്കണം. എന്ത് ചെയ്യണം? അമസ്വതം നോഹക്ക് പറ്റത്തില്ല. പക്ഷെ അതിനെ പറ്റുവാൻ തക്ക വിധത്തിൽ ദൈവം ഒരു കവചം കൊടുത്തു, ദൈവത്തിന്റെ കൃപ. അപ്പൊ നോഹ പലത് കാണുന്നുണ്ട്, അവനെ അത് ബാധിക്കുന്നില്ല. നോഹ പലത് കേൾക്കുന്നുണ്ട്, അവനെ അത് തൊടുന്നില്ല. അവൻ അമസ്വതം ദൈവത്തിന്റെ വഴികൾ സഞ്ചരിക്കുകയാണ്. കൃപയുണ്ടെങ്കിൽ പ്രിയ മക്കളെ, ഏത് വിഷയത്തിൽ അതിജീവിക്കാൻ കഴിയുമെന്ന് ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. അമസ്വതം 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ മകനെ അമസ്വതം തിമോത്തിയോസെ, അവനെ ഒന്ന് വായിച്ചേ. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്നോട് കേട്ടതെല്ലാം കൃപ കിട്ടിയപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടം സഹിക്കാൻ പറ്റും. പ്രതിമക്കളെ, കൃപ കിട്ടിയ കേട്ടോ, കൃപ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടത്തെ സഹിക്കാം, അതിജീവിക്കാം. അത് ഉതകും. അതിന് നമ്മൾ വായിക്കുന്നു, മക്കതോന്യ സഭയ്ക്ക് ഉണ്ടായ കഷ്ടത എന്ന കഠിന ശോധനയിൽ അവന്റെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ഔദാര്യം കാണിപ്പാൻ ഇടയായിട്ട് അമേശോദന്റെ വാക്കുകളിൽ ഞാൻ നിർത്തുകയാണ്. തിമോത്തിയോസ് സഹിച്ച അനുഭവങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. പൗലോസ് സഹിച്ച അനുഭവങ്ങൾ അനവധിയുണ്ട്. മറിയ കടന്നുപോയ മേഖല ഒട്ടനവധിയുണ്ട്. നോഹ ഒരുപാട് വിഷയത്തെ ഫേസ് ചെയ്തതാണ്. മോശ അനവധി വിഷയങ്ങളിലൂടെ കടന്നുപോയാണ്. ഇസ്രായേൽ ജനം, അപ്പോസ്തലന്മാർ, അവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ പരിശുദ്ധതയിൽ കൊടുത്തു. നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ പെറുപെറുപ്പും വാദമൊന്നും വരത്തില്ല. കൃപ നമ്മൾ നടത്തുവാനിടയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്, മറിയോട് ദൂതൻ വിളിച്ചു പറയുന്നത്, മറിയേ, നിനക്ക് എന്തിരിക്കുന്നു? കൃപ ലഭിച്ചു. നോഹയ്ക്ക് കൃപ ലഭിച്ചു, നിനക്ക് എന്റെ കൃപ മതി. മക്കതോന്യ സഭയ്ക്ക് ദൈവകൃപ ലഭിച്ചു. ഇത് ദൈവം കൊടുക്കുന്നത്, ദൈവം തരുന്നതാണ്. നമ്മൾ ഏത് വിഷയത്തെ അതിജീവിക്കാം. സ്തോത്രം, ദൈവം തരുന്നതാണ് ദൈവത്തിന്റെ കൃപ. അടുത്ത നമുക്ക് സമയം ലഭിക്കുമെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് പിന്നെ സ്വന്തം മറിയ അനുഭവിച്ച കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നും ആയിരുന്നില്ല. ഒരു മനുഷ്യനെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാത്ത തലത്തിലൂടെ താൻ കടന്നുപോയി. പക്ഷെ കൃപ കൊണ്ട് അവൾ നിറഞ്ഞു. ആത്മാവിന്റെ ശക്തിയോടെ അവൾ വെളിപ്പെട്ടു. നല്ലൊരു യേശു കുഞ്ഞിന് ജന്മം കൊടുത്തു. അത് വളരെ വലുതായി. കേട്ട കുഞ്ഞുമക്കളെ, ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കണ്ട. അകത്ത് ജനിച്ച ശിശു വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൃപ കൊണ്ട് സ്വന്തം ബന്ധങ്ങളും ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും നാട്ടുകാരും സ്വന്തം കൂടെയുള്ളവരും ഒക്കെ അകന്നാലും കൃപയുണ്ടോ? ദൈവം നടത്തും. കണ്ണുകൾ നടക്കാം, പ്രാർത്ഥിക്കാം.